കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയരെ, ദൈവം നമുക്കൊരായുസ് കൂടെ, ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഇന്ന് പകൽക്കാലം നമുക്ക് തയ്യാറാകാമോ? ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ജയാളിയായ ദൈവം നമ്മെ ജയാളിയാക്കുവാൻ നമ്മുടെ നടുവിലേക്ക് ഇന്ന് പകലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. 136 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. 136 സങ്കീർത്തനം അതിൻ്റെ 13 വേദാംശം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകലിൽ. സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് ഈ പുസ്തകത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ അവിടെ താൻ പറയുന്നൊരു ദൂത് നോക്കി: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. പറയാൻ കഴിയുമോ ദൈവ പൈതലേ? ഈ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാൻ കഴിയും, എൻ്റെ കർത്താവിൻ്റെ ദയ അത് ജീവനേക്കാൾ, അതെൻ്റെ എല്ലാ മേഖലയേക്കാൾ എൻ്റെ കർത്താവിൻ്റെ ദയ ഏറെ നല്ലത് എന്ന് പറയുന്ന എത്ര പേർ ഇന്ന് പകലിൽ ദൈവസന്നിധിയിലുണ്ട്? പലപ്പോഴും ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് ഓർത്താൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അത്ഭുതങ്ങളിലെ കൂടെയാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. ഏറ്റവും ശ്രേഷ്ഠകരമായ, അതിനകത്തൊന്നും പറയുവാനില്ല കേട്ടോ. ദൈവം നമ്മെ നടത്തുന്നത് അത്ര ഭയങ്കരമായിട്ടാണ്. സ്തോത്രം. നമുക്ക് ഈ പശ്ചാത്തലമൊക്കെ അറിയാം. ആമേൻ. പുറപ്പാട് പുസ്തകം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജനത്തെ ചെങ്കടലിൻ്റെ മുൻപിൽ നിന്ന് അത്ഭുതകരമായി തൻ്റെ ഭക്തനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശമനപരഗതുനി, ദൈവത്താൽ നിയോഗപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട, ആമേൻ, വിളിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മോശ. മോശയുടെ കയ്യിൽ കൂടെ 30 ലക്ഷത്തോളം ജനത്തെ ചെങ്കടൽ കടത്തുവാൻ തലമുറയിൽ മോശയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ചില തെരഞ്ഞെടുപ്പുകൾ ഇന്ന് പകലിൽ സംഭവിക്കാൻ പോകുകയാണ്. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ പ്രഭാതം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രഭാതമാക്കി ദൈവം തീർക്കട്ടെ. മഹാധന്യനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെങ്കടലിൻ്റെ നടുവിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ ചെങ്കടൽ പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ, ഓ ഹല്ലേലൂയ, ചെങ്കടലിന് സമമായ ചില വിഷയങ്ങൾ, ഒരിക്കലും ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇത് അഴിഞ്ഞു മാറുന്നില്ലല്ലോ, എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തനെ ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, 78 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി, അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. കണ്ടോ?
ഈ വെള്ളത്തെ ചിറ പോലെ നിർത്തിയ ദൈവം. അത്ഭുതമല്ലേ, അത്ഭുതം. ഇതിന് അപ്പുറം ഒരു അത്ഭുതമുണ്ടോ? ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ചെങ്കടലിനെ സ്വർഗത്തിലെ ദൈവം മോശയുടെ കയ്യിൽ കൂടെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിൽ നോക്കിക്കേ, കീഴ്പ്പെടുത്തുക മാത്രമല്ല, മിസ്രൈമ ദേശത്തിന് അവരെ നടുവിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഒരു വിയർത്തു. ആരെടുത്താ നീ കളിക്കുന്നേ ശത്രുവേ? ഹല്ലേലൂയ. ആമേൻ. നോക്കിക്കേ, അവർക്ക് ദൈവം നൽകിയത് പകൽ സമയത്ത് അവൻ മേഘസ്തംഭം കൊണ്ടും, കണ്ടോ, രാത്രി മുഴുവനും അഗ്നിസ്തംഭം കൊണ്ടും അവരെ നടത്തി. ആമേൻ. ദൈവകുഞ്ഞെ, നിന്നെ നടത്തുന്നത്, നിന്നെ നിർത്തുന്നത് മേഘസ്തംഭം മാത്രമല്ല കേട്ടോ, അഗ്നിസ്തംഭം കൂടെ അവൻ നിന്റെ ജീവിതത്തിൽ നൽകുകയാണ്. ഒരിക്കലും എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോകരുത്. അവൻ്റെ യാത്രയിലും അവൻ്റെ ശുശ്രൂഷയിലും അവൻ്റെ ജീവിതത്തിലും പലരും മുൻപിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴും, എല്ലാവരും വിട്ടേച്ചു പോയപ്പോഴും സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ചിലത് വിഭാഗിച്ച് മറുകര കടത്താൻ പോകുകയാ. ഒരു മറുകരയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു യാത്രയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകലിൽ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. നോക്കിക്കേ, പാറയിൽ നിന്നും അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദി പോലെ ഒഴുകുമാറാക്കി. ആമേൻ. ചെങ്കടലിൽ തൻ്റെ കുഞ്ഞുങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു ശകലം പോലും ചെളിയോ കാലിൽ പറ്റുകയോ നടക്കാൻ കഴിയാതെ ആമേൻ അവിടെ തെന്നി വീഴുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അതിനകത്ത് ദൈവം തൻ്റെ കുടുംബത്തെ സൂക്ഷിച്ച് സ്നേഹിച്ചുവെങ്കിൽ, ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ചുവെങ്കിൽ, ഇന്ന് പകലിൽ ശ്രദ്ധിക്കണം, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പാടാൻ കഴിയുമോ? എങ്കിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ വ്യാഴാഴ്ച പകൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുമാറാകണം, അത്ഭുതം ചെയ്യണം, രോഗികളെ സൗഖ്യമാക്കണം. യേശുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.